നമസ്കാരം. ഇപ്പോൾ ലോകം പ്രധാനമായും ചർച്ച ചെയ്യുന്നൊരു വിഷയം അമേരിക്കയും ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ചർച്ചകൾ പരാജയപ്പെട്ടാൽ തങ്ങൾ ഇറാൻ ആക്രമിക്കും എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ചർച്ചകൾ പരാജയപ്പെട്ടാലും ഇറാനെ ആക്രമിക്കുകയല്ല, ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ഇറാനിലെ മതഭരണകൂടത്തെ, അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഈ മതഭരണകൂടത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും താൻ കൊല്ലപ്പെടാം എന്ന ആ സത്യം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഖമേനി മനസ്സിലാക്കിയിരിക്കുന്നു. ഖമേനി ഏതോ ഭൂഗർഭ അറയിൽ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും കൃത്യമായി താൻ എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യവും ഖമേനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മരണം ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം എന്നും, അങ്ങനെ മരണം ഉണ്ടായാൽ താൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം തൻ്റെ അതിവിശ്വസ്തരായ ആളുകളുമായി ചർച്ച ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ തൻ്റെ പിൻഗാമികളായി, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അലി ലർജാനി ആയിരിക്കും ഇനി തൻ്റെ പിൻഗാമി എന്നാണ്. അതായത് ഇറാൻ്റെ പരമോന്നത മതനേതാവും കൂടിയായി ലർജാനി മാറും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രതിസന്ധി കൂടിയുള്ളത്, ഇറാനിലെ നിലവിലെ പ്രസിഡൻ്റായ പെഷസ്കിയാന് ഈ പദവിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് നടപ്പില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. കാരണം പെഷസ്കിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചുകൂടി പാശ്ചാത്യ വീക്ഷണമുള്ള ഒരാളാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പഠിച്ച ആളാണ്. യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നും അങ്ങനെ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല എന്ന് നേരത്തെ മുതൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അമേരിക്കയുമായി വെറുതെ ഏറ്റുമുട്ടാൻ പോയാൽ തിരിച്ചടി ഉറപ്പാണെന്ന് പലതവണ ഖമേനി നേരിട്ട് കണ്ട് പറഞ്ഞ ആളും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ തൻ്റെ പിൻഗാമിയാക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല നേരത്തെ പലരും കരുതിയിരുന്നത് ഖമേനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഖമേനിയെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കും എന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തീരുമാനവും മാറ്റിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഒരുപക്ഷെ ഖമേനിയെ അമേരിക്ക വധിക്കുകയാണെങ്കിൽ മുസ്തഫയും കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ സ്വത്തുക്കളാണ് വിദേശ രാജ്യങ്ങളിൽ ഇവർ വാരിക്കൂട്ടിയിരിക്കുന്നത്. ഖമേനിയുടെ 4 ആൺമക്കളും വിദേശ രാജ്യങ്ങളിൽ വലിയ തോതിൽ ബിസിനസ് നടത്തുന്നവരാണ്. ഇംഗ്ലണ്ടിലും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ബിസിനസ് ഇവർക്കുണ്ട്. തുർക്കിയിലും ഖത്തറിലുമൊക്കെ തന്നെ വലിയ വ്യവസായ സാമ്രാജ്യങ്ങൾ ഇവർക്കുണ്ട്. എല്ലാ കാലത്തും ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നത് ലളിത ജീവിതം നയിക്കുന്നവരാണ് ഖമേനി മക്കളും എന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് നേരെ തിരിച്ചാണ്. അത്യാഡംബര ജീവിതം തന്നെയാണ് ഇവർ നയിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് റഷ്യയിലാണ് ഇവർക്ക് ഏറ്റവും അധികം സമ്പാദ്യങ്ങളുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇറാനിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സിറിയയിലെ പ്രസിഡൻ്റായിരുന്ന അസദ് ചെയ്തതുപോലെ തന്നെ റഷ്യയിലേക്ക് രക്ഷപ്പെടാനും ഖമേനി പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനായി വളരെയധികം പണം അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയപ്പെട്ടിരുന്നു. പക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ ഖമേനിക്ക് അങ്ങനെ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ട് റഷ്യയിലേക്ക് പോകാൻ കഴിയുകയില്ല എന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായകമായ തീരുമാനത്തിലേക്ക് ഖമേനി എത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് അടുത്ത വട്ടം ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയെക്കുറിച്ചും ഇരു രാജ്യങ്ങൾക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം രണ്ട് കൂട്ടരും അവർ പിടിച്ച നിലപാടുകളിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ ആ ചർച്ച അലസി പിരിയുകയും പിന്നീട് അത് വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും വീണ്ടും സമയം നീട്ടി നൽകുന്നത് ഒരുപക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടിയായിരിക്കാം. അതായത് അറബ് രാജ്യങ്ങളുടെ മുഴുവൻ വിരോധം ഇറാൻ ആക്രമിച്ചാൽ ഒരുപക്ഷെ തങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല ഈ ഖമേനി അവരുടെ മതനേതാവാണ്, അതല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു പ്രസിഡൻറ്റിനെ പോലെ അല്ല കണക്കാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ നീട്ടി ഈ കാര്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഖമേനിയെ ജീവനോടെ പിടികൂടാൻ തന്നെയായിരിക്കാം അമേരിക്ക ശ്രമിക്കുക എന്നാണ് പറയപ്പെടുന്നത്. വെനിസ്വേല പ്രസിഡന്റ് മഡൂറോയെ കൊണ്ടുവന്നതുപോലെ ഒരുപക്ഷെ ഖമേനിയെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അമേരിക്കയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും ഇറാൻ ഇപ്പോഴും യുദ്ധസന്നദ്ധരായി തന്നെ നിൽക്കുകയാണ്. എന്ത് വന്നാലും തങ്ങൾ നേരിടും എന്നാണ് അവർ പറയുന്നത്. ഇറാഖ് അതിർത്തിയിൽ അവർ ആയുധ വിന്യാസം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ആക്രമിക്കാനെത്തിൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വേണമെങ്കിൽ തങ്ങൾക്ക് മുക്കാൻ കഴിയും, മുക്കിക്കളയാൻ കഴിയും, ഇല്ലാതാക്കാൻ കഴിയുമെന്നൊക്കെ നേരത്തെ ഖമേനി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വലിയ ശക്തിയൊന്നുമല്ല. ഒരുപക്ഷെ മിനിറ്റുകൾ കൊണ്ട് ഇറാനെ അവർക്ക് കീഴടക്കാനും നശിപ്പിക്കാനും ഒക്കെ തന്നെ കഴിയുകയും ചെയ്യും. പക്ഷേ ഖമേനിയുടെ കാര്യത്തിലാണ് അവർക്കൊരു പ്രധാന ആശങ്കയുള്ളത്. ഖമേനിയെ ജീവനോടെ പിടികൂടണോ അതോ വധിക്കണോ എന്നുള്ളതാണ് അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഖമേനി ഏത് തരത്തിൽ പിടികൂടിയാൽ അത് തങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമെങ്കിലും ഇറാൻ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും അവിടുത്തെ ഭരണാധികാരിയാക്കി മാറ്റാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ശ്രമിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇറാനിലെ കിരീടാവകാശി റേസ പഹലവി ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് ഇവിടെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം ഇനിയും ഉറപ്പില്ല. കാരണം നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം ആൾ മിടുക്കനൊക്കെ ആണെങ്കിൽ അത്ര ശക്തനല്ല എന്നായിരുന്നു.
ഒരുപക്ഷെ സ്ഥിതിഗതികൾ അനുകൂലമായി വന്നാൽ പഹലവിയെ തന്നെ ഒരു പാവ സർക്കാരാക്കി അവിടെ നിയോഗിക്കാനും അമേരിക്ക ശ്രമിച്ചുകൂടാകുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ള മഹാസത്യം ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുന്നു. നാളുകൾ എണ്ണി തന്നെയാണ് അദ്ദേഹം കഴിയുന്നത്. രോഗിയാണ്, പ്രായാധിക്യമുണ്ട്, അദ്ദേഹം നിരവധി പ്രശ്നങ്ങളുള്ള ആൾ തന്നെയാണ് ഖമേനി. എന്നിട്ടും അമേരിക്കയുമായി താനൊരു പോരാട്ടം നടത്തി ഒരുപക്ഷെ കൊല്ലപ്പെടാൻ, രക്തസാക്ഷിയാവാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഖമേനി പിടികൂടുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതല്ലാതെ ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.